നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തികളാണ്. നമ്മുടെ പ്രവൃത്തിയുടെ ക്വാളിറ്റി അത് എത്രത്തോളമുണ്ട്, അതെങ്ങനെയായിരിക്കണം എന്ന് നിശ്ചയിക്കുന്നത് നമ്മുടെ ചിന്തകളാണ്. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും തന്നെ ഒരു വ്യക്തിത്വ രൂപീകരണത്തിൻ്റെ ആധാരം എന്നത് ചിന്തയാണ്. നമുക്കറിയാം, നമുക്ക് നാലുപാടും ഓരോ ദിവസം കഴിയും തോറും അശുഭചിന്തനത്തിന്റെ ഡിഗ്രി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നെഗറ്റിവിറ്റീസ് എവരിവെയർ, സർവ്വവ്യാപിയായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഏതൊരു മീഡിയ നമ്മൾ ഓപ്പൺ ചെയ്താലും ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് നെഗറ്റീവ് കമന്റുകളാണ്. ഏതൊരു കാര്യത്തെ പ്രതിയും അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം നെഗറ്റീവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വിഷയത്തിൽ നമ്മൾ അശുഭമായി ചിന്തിക്കുക, അല്ലെങ്കിൽ ആരെക്കുറിച്ചെങ്കിലും നെഗറ്റീവായി ഊഹാപോഹം നടത്തുക, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ദുഃഖം കൊടുക്കുവാൻ ചിന്തിക്കുക, അവർക്ക് എങ്ങനെ പണി കൊടുക്കണം, അതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുക, അശുഭമായ കാര്യങ്ങളെക്കുറിച്ച് ആ വിഷയത്തിൽ കൂടുതലായി ചിന്തിക്കുക, അശുഭമായ പദാർത്ഥങ്ങളുടെ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുക. ഇങ്ങനെയെല്ലാം അശുഭചിന്തനം ചെയ്യുന്നതും ഒരർത്ഥത്തിൽ വികർമ്മം തന്നെയാണ്. എത്രത്തോളം നമ്മൾ ഇത്തരത്തിൽ അശുഭചിന്തനത്തിൽ മുഴുകുന്നുവോ അതിനനുസരിച്ച് നമ്മളിലെ ആത്മീക ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കും. ആത്മീക ശക്തിയുടെ തീവ്രത അതിനനുസരിച്ച് താഴേക്ക്. അങ്ങനെ നമ്മൾ ആത്മാക്കൾ ഓരോ ദിവസം കഴിയുന്തോറും ഡീഗ്രഡേഷൻ സ്റ്റേജിലേക്ക്, അഥവാ ഇറങ്ങുന്ന കലയിലേക്ക് പോകും. നമുക്കറിയാം, ഇന്ന് ഈ ലോകം കലിയുഗം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ കലിയുഗത്തിന്റെ ഈ അന്തിമ നാളുകളിൽ മനുഷ്യരെല്ലാവരും തന്നെ തൻ്റെ സമയം, തൻ്റെ ഊർജം എല്ലാം ഈ പറയുന്ന അശുഭചിന്തനത്തിന് വേണ്ടി പാഴാക്കി കളയുകയാണ്. നമ്മുടെ സമയം മുഴുവൻ അതിനുവേണ്ടി നമ്മൾ ചെലവഴിക്കുകയാണ്. നമ്മുടെ ഊർജം മുഴുവൻ നമ്മൾ അതിനായിട്ട് വിനിയോഗിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സിൽ അശുഭചിന്തനം ഉണ്ടാകുന്നതിൻ്റെ കാരണം അശുഭ ദർശനമാണ്. നമ്മൾ ഏതൊന്നിനെ കാണുന്നോ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ നമ്മുടെ മനസ്സിൽ അശുഭമായ ചിന്തനം നിരന്തരമായി വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആധാരം, അല്ലെങ്കിൽ അതിന് കാരണം, നമ്മൾ മറ്റെന്തൊക്കെയോ കാര്യങ്ങളെ, വ്യക്തികളെ അശുഭമായി നോക്കുന്നു എന്നുള്ളത് തന്നെ. അതായത് നമ്മുടെ വീക്ഷണ ദിശ, വീക്ഷണകോൺ ശരിയല്ല. തെറ്റായ രീതിയിൽ നോക്കുമ്പോൾ തെറ്റായ ചിന്തകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറഞ്ഞത് സീ നോ ഈവിൽ, ആവശ്യമില്ലാത്തത് കാണരുത്. കാരണം നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒന്നാണ് ദർശനം. അപ്പോ അശുഭചിന്തനം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ അശുഭമായ കാര്യങ്ങളെ കാണുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ അശുഭചിന്തനത്തിന്റെ പ്രഭാവം, അതിൻ്റെ ഇഫക്റ്റ് നമ്മുടെ ബുദ്ധിയെ സ്വാധീനിക്കും. അതുകൊണ്ട് പലപ്പോഴും ബുദ്ധിയും എന്ത് ചെയ്യുന്നു, ശരിയായ തീരുമാനങ്ങൾ എടുക്കാതെ അശുഭചിന്തനം എന്താണോ ധാരാളമായി വന്നത് അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുത്ത് നമ്മുടെ പ്രാക്ടിക്കൽ മീൻസ് പ്രവൃത്തിയിലും അശുഭം ഉണ്ടാകുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവൃത്തിയെ നമ്മൾ എന്നേക്കുമായി ത്യാഗം ചെയ്യണം. കാരണം സ്വദർശനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സുദർശനം ചെയ്യാൻ കഴിയൂ. എന്നെക്കുറിച്ച് ഞാൻ ദർശിക്കണം, ഞാൻ ആരാണ്, ഞാൻ എന്താണ്, സ്വദർശനം. അപ്പൊ ആ സ്വദർശനം ചെയ്ത് ഞാൻ എന്നിൽ എത്രത്തോളം പോസിറ്റിവിറ്റി വാല്യൂസ് കണ്ടെത്തുന്നോ ആ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ സുദർശനം നല്ല കണ്ണുകൊണ്ട് നോക്കാൻ സാധിക്കുള്ളൂ. പണ്ടുള്ള പറയാറുണ്ട്, മഞ്ഞപ്പിത്തം ബാധിച്ചവനെ കാണുന്നതെല്ലാം മഞ്ഞ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റീസ് തന്നെയാണ്
മറ്റുള്ള സാഹചര്യങ്ങളെയും വ്യക്തികളെയും നെഗറ്റീവായി കാണുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന പ്രേരക ശക്തി. ആത്യന്തിക ഫലം എന്താണ്? ഞാൻ മറ്റുള്ളവരെ കുറിച്ച് എന്ത് വിചാരിച്ചാലും അവർക്കൊരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. അവർക്കൊന്നും സംഭവിക്കില്ല. അത്രയും എൻ്റെ ഊർജവും എൻ്റെ സമയവും എൻ്റെ ആത്മശക്തിയുമാണ് ഡീഗ്രേഡ് ആകുന്നത്. എൻ്റെ ആത്മീക ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കും. എൻ്റെ റെസിസ്റ്റിംഗ് പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. അത്രയും നമ്മൾ ഒരു നകാരാത്മകമായ മനസ്സിന്റെ ഉടമകളാകുന്നു. അത് പിന്നീട് നമ്മുടെ ശരീരത്തിനും പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഇപ്രകാരത്തിലുള്ള ചിന്താഗതികളിൽ നിന്നും നമുക്ക് നമ്മളെ മോചിപ്പിക്കാം. അതായത് നമുക്ക് നമ്മളെ മോചിപ്പിക്കുക, അർത്ഥം നമ്മുടെ മനസ്സിനെ മോചിപ്പിക്കാം. മനസ്സിനെ അശുഭചിന്തയിലേക്ക് പോകുന്ന മനസ്സിനെ എങ്ങനെ ശുഭചിന്തനത്തിലേക്ക് കൊണ്ടുവരാം? നമ്മളെല്ലാവരും ഭക്തിമാർഗത്തിൽ മനോനിഗ്രഹത്തെക്കുറിച്ച് പറയുന്നു. എന്തിനാ മനസ്സിനെ നിഗ്രഹിക്കുന്നത്? മനോനിയന്ത്രണം മതി, നിഗ്രഹിക്കേണ്ട കാര്യമില്ല. കാര്യം മനസ്സെന്നും നമ്മുടെ നല്ലൊരു കൂട്ടുകാരനാണ്. അതിനെ കൊന്നുകളയേണ്ട കാര്യം എന്താ? അപ്പൊ മനോനിഗ്രഹം എന്നതിനെ പകരം മനോനിയന്ത്രണത്തിലേക്ക് നമ്മൾ കൊണ്ടുവരും. കാരണം മനസ്സ് അനുസരണയുള്ള ഒരു നല്ലൊരു കൊച്ചുകുട്ടിയാണ്. വേണ്ടതുപോലെ നമ്മളതിനെ പരിപാലിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു അത് മനസ്സ് തീർച്ചയായിട്ടും കേൾക്കും. അങ്ങനെ സ്നേഹത്തോടു കൂടി മനസ്സിനെ നമ്മുടെ ഫ്രണ്ടാക്കി മാറ്റും. മനസ്സിനെ ഒരിക്കലും നമ്മൾ നമ്മുടെ ശത്രുവാക്കി മാറ്റരുത്. അതുകൊണ്ട് ആ മനസ്സിനെ മിത്രമാക്കുന്നതിനെയാണ് മനോജയം, മനസ്സിനെ ജയിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.